എല്ലാവർക്കും നമസ്കാരം. ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സോഫ്റ്റായ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് വളരെ സോഫ്റ്റായ പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏത് ബ്രാൻഡിൻ്റെ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഞാനെല്ലാം സെയിം വേയിൽ തന്നെയാണ് ചെയ്യുന്നത്. അരിപ്പൊടി നനച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഉപ്പിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ കപ്പ് ഫുള്ള് വെള്ളം വേണം. ഇത് നമ്മൾ അരിപ്പൊടി എടുത്ത കപ്പിൻ്റെ 2 കപ്പ് വെള്ളം ഉണ്ടാവും ഇതിൽ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് പൊടി കൈകൊണ്ട് നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പൂൺ വെച്ച് ആദ്യം ഇളക്കി കൊടുക്കാം. എന്തായാലും ലാസ്റ്റ് കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. ആദ്യം 1/4 കപ്പ് വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അധികം ചൂടൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പൂൺ വെച്ച് വേണമെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കപ്പിലെ വെള്ളം മുഴുവനും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടി ഒരുവിധമൊക്കെ കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ കട്ട പിടിക്കുന്നുണ്ട്. പിന്നെ പൊടിക്കുമ്പോൾ പൊടിയാനും പറ്റണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നനച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി പോയാലും വല്ലാണ്ട് മാവ് പോലെ ആവരുത്. കുറച്ചുകൂടി വെള്ളം ഒന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും അതിലത്തെ വെള്ളം മുഴുവൻ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പുട്ടുപൊടി നന്നായി നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായി നനച്ചെടുത്ത് നന്നായിട്ട് ഉതിർന്ന് വീഴുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വേണം പുട്ടുപൊടി നനച്ച് വയ്ക്കാൻ. ഇപ്പോൾ നമ്മൾ ആ കപ്പിൽ ഫുള്ള് വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി കപ്പിൽ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി എടുത്തു വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി നനച്ച് കുതിർത്തി വയ്ക്കാം. നമുക്ക് കുറച്ച് നേരം എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് അമർത്തി വെച്ചാൽ മതി. അപ്പോഴേക്കും ഇവിടെ കുക്കറിൽ ഞാൻ കുക്കറിലാണ് പുട്ടുണ്ടാക്കുന്നത്. കുക്കർ പകുതി വെള്ളം വെച്ചിട്ട് അടച്ചു വെച്ചു. ഇനി ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇത് ഇങ്ങനത്തെ പുട്ടുകുറ്റിയാണ്. ഇതിൻ്റെ അടിയിൽ ഒരു കുഴൽ പോലുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ആവി ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറും. തേങ്ങ ഇവിടെ ചെറിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലിട്ട് കൊടുത്തു. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പകുതി പുട്ടുപൊടിയും പിന്നെ തേങ്ങ, പിന്നെയും പുട്ടുപൊടി, പിന്നെ തേങ്ങ, അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്കത് ആവിയിൽ വേവിക്കാൻ വയ്ക്കാം. കുക്കറിൽ വെച്ച് കൊടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണണം. പിന്നെ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഈസിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി നമുക്ക് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് 2 കപ്പ് അരിപ്പൊടി ഇതുപോലെ നനച്ച് വെച്ചാൽ 3 കുറ്റി പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഓരോ പ്രാവശ്യം കുറ്റിയിലേക്ക് പൊടിയിടുന്നതിന് മുന്നേ കുറേശ്ശെ വെള്ളം അതിലൊഴിച്ചിട്ട് ഒന്നും കൂടി നനച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പൊടിയൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നനയാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. തുള്ളി വെള്ളം മാത്രം ഇങ്ങനെ തെളിച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടാണ് ഞാൻ കുറ്റിയിലേക്ക് ഇടുന്നത്. പുട്ടുകുറ്റി വയ്ക്കുമ്പോൾ നമ്മളിതിൽ നിറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ച് താന്നു. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ നമുക്ക് ഇത് കുറ്റിയിൽ നിന്ന് എടുക്കാം. കുറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ ബാഗിൽ നിന്ന് കോല് കൊണ്ട് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് പാത്രത്തിലേക്ക് ഇടാൻ പറ്റും. എല്ലാവരും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിക്കോളൂ. വളരെ ഈസിയാണ്, വളരെ സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.